UDFിൻ്റെ ജാഥ ഇപ്പോഴാരംഭിച്ചിരിക്കുക. വർഗീയ ഭീകര ശക്തികളെ വെള്ളപൂശിക്കൊണ്ടാണ് അവരുടെ തുടക്കം. വി.ഡി. സതീശൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന കാര്യം ജാഥയ്ക്ക് മുമ്പ് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കേണ്ട കാര്യമില്ല. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. അതാണ് വളരെ വിചിത്രമായ ഒരു സംഭവം. ഒപ്പം ഇപ്പോഴും ലീഗും ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ലീഗിൻ്റെ ആശയ ധാരണകൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമായി ജമാഅത്തെ ഇസ്ലാമി മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഈ വിഷയം സംബന്ധിച്ച് ഇതിനിടെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന നിലപാടിനെ തള്ളിപ്പറയാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമിക റിപ്പബ്ലിക് എന്നതിനെ തള്ളിപ്പറയാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം മാത്രമല്ല, ഇസ്ലാമിക ലോകത്തെ പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും, ഓരോ പ്രവർത്തകരും ഇപ്പോഴും നല്ലതുപോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥിതി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഒപ്പം വേണമെങ്കിൽ ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 4 വോട്ട് കൂടുതൽ കിട്ടുക, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സീറ്റ് വാങ്ങുക എന്നതിലേക്ക് ചുരുങ്ങി വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പ്രശ്നം UDF പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും ഗൗരവമായിട്ട് കാണുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ മുമ്പ് കോലീബി സഖ്യ ഉണ്ടായിരുന്നത്, ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരായി ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്, യഥാർത്ഥത്തിൽ സത്പാരമ്പര്യമുള്ളൊരു നാട് കേരളം, ആ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും അതിൻ്റെ പാരമ്പര്യത്തെയും തകർത്താൽ പിന്നെ കേരളമില്ല. അതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. പിന്നെ കേരളം ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തെ ഇല്ലാതാക്കാനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ആ വർഗീയവാദികൾ അപ്പുറം ഇപ്പുറവും നിന്ന് പരസ്പരം കൂട്ടിച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട